Hi all. Next topic is services in Android. ഇത് വരുന്നത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് ആൻഡ്രോയിഡിൻ്റെ സെക്കൻഡ് പോയിൻ്റാണ് സർവീസസ്. ഫസ്റ്റ് പോയിൻ്റ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറയുന്നുണ്ട്. ഹിയർ സർവീസസ് എന്താണെന്നാണ് പറയുന്നത്. എ സർവീസ് ഈസ് എ കമ്പോണൻറ്റ് ദാറ്റ് റൺസ് ഇൻ ബാക്ക്ഗ്രൗണ്ട് ടു പെർഫോം ലോങ് റണ്ണിങ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നു. അപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ അറ്റ് എ ടൈം വർക്ക് ചെയ്യുവാണ്. അപ്പോൾ അതിന് നമ്മളൊരു സർവീസ് എന്നാണ് പറയുന്നത്. അതായത് സർവീസ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആണ് ദാറ്റ് റൺസ് ഇൻ ബാക്ക്ഗ്രൗണ്ടിലാണ് അത് റൺ ചെയ്യുന്നത്. ഇപ്പോൾ പ്ലേ മ്യൂസിക് എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുക, യൂസർ വേറൊരു പർപ്പസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതാണ് എക്സാമ്പിൾ. എ സർവീസ് മൈറ്റ് പ്ലേ മ്യൂസിക് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് വൈൽ ദ യൂസർ ഈസ് ഇൻ എ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ. യൂസർ ഒരു ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഫോണിൽ നമുക്ക് പറ്റും. അത് നടക്കുന്നത് ഈ സർവീസസ് എന്നുള്ളൊരു ബിൽഡിംഗ് ബ്ലോക്സ് ഉള്ളത് കൊണ്ടാണ് ആൻഡ്രോയിഡ് ഡിവൈസിൽ ഇത് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ഇനി രണ്ട് ടൈപ്പ് ഓഫ് സർവീസസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാർട്ടഡ് ആൻഡ് സെക്കൻഡ് ഈസ് ബൗണ്ട്. സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സർവീസ് ഈസ് സ്റ്റാർട്ടഡ് വെൻ ആക്ടിവിറ്റി സ്റ്റാർട്ട്സ് ബൈ കോളിംഗ് സ്റ്റാർട്ട് സർവീസ്. ഇപ്പോൾ സ്റ്റാർട്ട് സർവീസ് എന്നുള്ളൊരു ഫങ്ഷൻ കോൾ ചെയ്യുമ്പോഴാണ് ഈ സർവീസ് സ്റ്റാർട്ട് ആവുന്നത്. ആക്ടിവിറ്റിയാണ് അത് കോൾ ചെയ്യുന്നത്. ആക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആക്ടിവിറ്റി മീൻസ് ഒരു ആപ്ലിക്കേഷനിൽ ഒരു സിംഗിൾ പേജിനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണോ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് സർവീസ് എന്ന് കോൾ ചെയ്യുന്നത് അപ്പോൾ സർവീസ് സ്റ്റാർട്ടഡ് ആകും. സെക്കൻഡ് വൺ ഈസ് ബൗണ്ട്. ബൗണ്ട് മീൻസ് എ സർവീസ് ഈസ് ബൗണ്ട് വെൻ ആക്ടിവിറ്റി ബൈൻഡ്സ് ഇറ്റ് ബൈ കോളിംഗ് ബൈൻഡ് സർവീസ്. അപ്പോൾ ഈ ബൗണ്ട് എന്നുള്ള ഓപ്പറേഷൻ, അതായത് ബൗണ്ട് മീൻസ് ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ വേറൊരു ആപ്ലിക്കേഷനൂടെ ബൈൻഡ് ചെയ്യുവാണ്. ഇപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ തമ്മിൽ ബൈൻഡ് ചെയ്യുവാണ്. അതാണ് ബൗണ്ട് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പോൾ എ സർവീസ് ഈസ് ബൗണ്ട് വെൻ ആക്ടിവിറ്റി ബൈൻഡ്സ് ടു ഇറ്റ് ബൈ കോളിംഗ് ബൈൻഡ് സർവീസ്. അപ്പോൾ അങ്ങനെ ബൈൻഡ് ചെയ്യുന്നത് ബൈൻഡ് സർവീസ് എന്നുള്ളൊരു ഫങ്ഷൻ കോൾ ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു ആക്ടിവിറ്റി ബൈൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബൈൻഡ് സർവീസ് എന്നുള്ളൊരു ഫങ്ഷൻ കോൾ ചെയ്യണം. A bound service offers client interface that allows components to interact with the services, send requests, get result, etc. അപ്പോൾ ഈ ബൗണ്ട് സർവീസ് യൂസ് ചെയ്തിട്ട് ക്ലയൻറ്റ് സെർവർ ഇൻ്റർഫേസിന് കമ്പോണൻസുമായിട്ട് ഇൻട്രാക്ട് വിത്ത് ദി സർവീസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. സെൻഡ് റിക്വസ്റ്റ്, ഗെറ്റ് റിസൾട്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ബൗണ്ടഡ് സർവീസ് കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടഡ് എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ടു ടൈപ്സ് ഓഫ് സർവീസസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാർട്ടഡ്. ദാറ്റ് മീൻസ് ഒരു ആക്ടിവിറ്റി ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് പ്രോപ്പർട്ടീസൊന്നും ഇല്ല. പക്ഷെ ബൗണ്ടഡ് സർവീസ് എന്ന് പറയുമ്പം ഒരു ആക്ടിവിറ്റി അതിൻ്റെ പുറകിൽ വേറൊരു ആക്ടിവിറ്റി ആയിട്ട് ബൗണ്ട് ചെയ്തേക്കുവാണ്. ദാറ്റ് മീൻസ് നമുക്ക് ഒരു സർവീസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ പറ്റും, ഗെറ്റ് റിസൾട്ട് പറ്റും. അങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ബൗണ്ടഡ് സർവീസിനുണ്ട്. ഇനി എന്താണ് സർവീസിൻ്റെ ലൈഫ് സൈക്കിൾ? അപ്പോൾ സർവീസ് എന്താണെന്ന് മനസ്സിലായോ? അതായത് ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സർവീസ് എന്ന് പറയുന്നത്. ദെൻ സർവീസിൻ്റെ ലൈഫ് സൈക്കിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സർവീസ് ലൈഫ് സൈക്കിൾ രണ്ട് രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് അൺബൗണ്ടഡ് സർവീസ് ആൻഡ് സെക്കൻഡ് ഈസ് ബൗണ്ടഡ് സർവീസ്. അൺബൗണ്ടഡ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗണ്ടഡ് ആയിട്ട്, അതായത് വേറൊരു ആപ്ലിക്കേഷനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് ഒരു സിംഗിൾ സർവീസ് പെർഫോം ചെയ്യുന്നു, അതാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു സർവീസുമായിട്ട് അല്ലെങ്കിൽ വേറൊരു ആക്ടിവിറ്റിയുമായിട്ട് കണക്റ്റഡ് അല്ല. ബൗണ്ടഡ് സർവീസ് മീൻസ് ഒരു ആക്ടിവിറ്റി ആയിട്ട്, അതായത് ഇവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അൺബൗണ്ടഡ് സർവീസ് മീൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം ലോങ് റെപ്പറ്റേറ്റീവ് ടാസ്ക്. അതായത് ഒരു റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരു ലോങ് ടാസ്കിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് അൺബൗണ്ടഡ് സർവീസ് യൂസ് ചെയ്യണത്. ബൗണ്ടഡ് സർവീസ് ഈസ് യൂസ്ഡ് ടു പെർഫോം ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് ഇൻ ബൗണ്ട് വിത്ത് അനദർ കമ്പോണൻറ്റ്. അതായത് ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള സർവീസാണ് ബൗണ്ടഡ് സർവീസ്.
ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് സർവീസിൻ്റെ ലൈഫ് സൈക്കിൾ പറയുന്നുണ്ട്. അൺബൗണ്ടഡ് സർവീസ് ആൻഡ് ബൗണ്ടഡ് സർവീസ്. അൺബൗണ്ടഡ് സർവീസ് മീൻസ് ഒരു ലോങ് പ്രോസസ്സ് അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കാം. ഫസ്റ്റ് സർവീസ് ഈസ് സ്റ്റാർട്ടഡ് ബൈ സ്റ്റാർട്ട് സർവീസ്. അപ്പോൾ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് സർവീസ് എന്നുള്ളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുക. അപ്പോൾ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ആ സർവീസ് ക്രിയേറ്റ് ചെയ്തു. സർവീസ് മീൻസ് ഒരു പ്രോസസ്സ്. ആ പ്രോസസ്സ് സർവീസ് ക്രിയേറ്റ് ചെയ്തു. ദെൻ അത് യൂസറിന് വ്യൂ ചെയ്യാൻ പറ്റും. ഓൺ സ്റ്റാർട്ട് നമ്മൾ ഓൾറെഡി ആക്ടിവിറ്റിയിൽ ഇത് ഓരോ പോയിൻറ്റ്സും എന്താണെന്ന് പറഞ്ഞാണ്. ഓൺ സ്റ്റാർട്ട് മീൻസ് അത് യൂസറിന് വ്യൂ ചെയ്യാൻ പറ്റി. ദാറ്റ് മീൻസ് ആക്റ്റീവായി എന്നാണ് അതിനർത്ഥം. ദെൻ സർവീസ് ഈസ് റണ്ണിങ്. അപ്പോൾ സർവീസ് റൺ ചെയ്തു. ഓൺ സ്റ്റാർട്ട് മീൻസ് സർവീസ് റൺ ചെയ്തു. ദെൻ സർവീസ് ഈസ് സ്റ്റോപ്ഡ്. ഇനി എപ്പോഴെങ്കിലും സർവീസ് സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഓൺ ഡിസ്ട്രോയിലേക്ക് പോകും. അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തില്ല എങ്കിൽ സർവീസ് റണ്ണിങ് പ്രോസസ്സിൽ തന്നെയാണ്. എപ്പോഴാണ് ഒരു സർവീസ് സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ അത് ഓൺ ഡിസ്ട്രോയിലേക്ക് പോകും. ഓൺ ഡിസ്ട്രോയ് കഴിഞ്ഞാൽ സർവീസ് തീർന്നു കഴിഞ്ഞാൽ അത് സർവീസ് ഈസ് ഷട്ട് ഡൗണിലേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ നോർമൽ ഒരു പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റാർട്ട് സർവീസ് എന്നുള്ളൊരു പ്രോസസ്സ് കൊടുത്തു. ദെൻ ഓൺ ക്രിയേറ്റ്, ഓൺ സ്റ്റാർട്ട്. ക്രിയേറ്റ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സർവീസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എപ്പോഴാണോ സർവീസ് സ്റ്റോപ്പ് ആകുന്നത് അപ്പോൾ ഡിസ്ട്രോയ് ചെയ്യും. അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അൺബൗണ്ടഡ് സർവീസ് മീൻസ് ഒരു റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ടാസ്ക് ഒരു സർവീസ് പെർഫോം ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. സെക്കൻഡ് വൺ ഈസ് ബൗണ്ടഡ് സർവീസ്. ബൗണ്ടഡ് സർവീസിനകത്ത് വരുന്ന ഫസ്റ്റ് സർവീസ് ഈസ് സ്റ്റാർട്ടഡ് ബൈ ബൈൻഡ് സർവീസ് എന്നുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. മറ്റിടത്ത് നമ്മൾ സ്റ്റാർട്ട് സർവീസ് എന്നുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ബൗണ്ടഡ് സർവീസിനകത്ത് ബൈൻഡ് സർവീസ് വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ബൈൻഡ് സർവീസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും അത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ. ദെൻ അത് ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തിട്ട് ഓൺ സ്റ്റാർട്ടിന് പകരം ഓൺ ബൈൻഡ് ആണ്. ഓൺ ബൈൻഡ് മീൻസ് calls a method when components wants to bind with the service. ഒരു സർവീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സർവീസ് വേറൊരു കമ്പോണൻറ്റിനെ ബൈൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കോൾസ് ദിസ് മെത്തേഡ് വെൻ കമ്പോണൻറ്റ് വാണ്ട്സ് ടു ബൈൻഡ് വിത്ത് ദിസ് സർവീസ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്തെങ്കിലും ഒരു സർവീസ് പെർഫോം ചെയ്യാൻ വരുമ്പോഴാണ് ഓൺ ബൈൻഡ് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഓൺ ബൈൻഡ് കോൾ ചെയ്തു. ദെൻ ക്ലയൻറ്റ് ഇൻറ്ററാക്ട് വിത്ത് ദി സർവീസ്. ആ സമയത്ത് ക്ലയൻറ്റിന് എന്ത് ചെയ്യാം? സർവീസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാം. അതായത് മോർ ദാൻ വൺ ആക്ടിവിറ്റി അറ്റ് എ ടൈം പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. ക്ലയൻറ്റിനെ ഇൻറ്ററാക്ട് ചെയ്യാം. മറ്റേതിൻ്റെ കേസിൽ സർവീസിനകത്ത് വേറെ ഇൻറ്ററാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. സർവീസ് ഈസ് റണ്ണിങ്ങേ ഉള്ളൂ. ഇവിടെ ബൈൻഡ് കൊടുത്തിരിക്കുന്ന കാരണം ബൈൻഡ് മീൻസ് ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുമ്പോൾ വേറൊരു ആക്ടിവിറ്റിയുടെ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റും. ദെൻ എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നത് ദെൻ അപ്പോൾ നമുക്ക് അൺബൈൻഡ് ചെയ്യാം. അൺബൈൻഡ് മീൻസ് കോൾസ് ദിസ് മെത്തേഡ് വെൻ ഓൾ ക്ലയൻറ്റ്സ് ഹാവ് ഡിസ്കണക്റ്റഡ് ഫ്രം എ പർട്ടിക്കുലർ ഇൻ്റർഫേസ്. ക്ലയൻറ്റ് ഒരു പർട്ടിക്കുലർ ഇൻ്റർഫേസിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് അൺബൈൻഡ് കൊടുക്കുന്നത്. അപ്പോൾ അൺബൈൻഡ് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് ആടാം. ദെൻ അൺബൈൻഡ് കഴിഞ്ഞാൽ പിന്നെ ഡിസ്ട്രോയ് ആണ്. ഡിസ്ട്രോയ് അതായത് അത് കഴിഞ്ഞുവെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാം. ദെൻ സർവീസ് ഷട്ട് ഡൗൺ ചെയ്യാം. ഇനി അതിൻ്റെ ഇടയിൽ ഒരെണ്ണോടെയുണ്ട് ഓൺ റീബൈൻഡ് എന്നാണ്. ഓൺ റീബൈൻഡ് അതായത് ഇപ്പോൾ അൺബൈൻഡ് ചെയ്ത ശേഷം ഉടനെ തന്നെ നമുക്ക് ബൈൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓൺ റീബൈൻഡിലേക്ക് പോവുക. ഓൺ റീബൈൻഡ് മീൻസ് കോൾസ് ദ മെത്തേഡ് വെൻ ന്യൂ ക്ലയൻറ്റ്സ് ഹാവ് കണക്റ്റഡ് ടു ദി സർവീസ്. അപ്പോൾ എപ്പോഴാണ് ഒരു ന്യൂ ക്ലയൻറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് റീബൈൻഡ് കോൾ ചെയ്യാം. അതായത് അൺബൈൻഡ് മീൻസ് ക്ലയൻറ്റ് റിക്വസ്റ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു, ഡിസ്കണക്ട് ചെയ്തു. ഇനി എപ്പോഴാണ് ഒരു ന്യൂ ക്ലയൻറ്റ് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യുക? റീബൈൻഡ് ചെയ്ത് പോവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സർവീസ് ലൈഫ് സൈക്കിളിൽ വരുന്നത്. ഓരോന്നും എന്താണെന്ന് ഫസ്റ്റ് അൺബൗണ്ടഡ് സർവീസ്, ദെൻ ബൗണ്ടഡ് സർവീസ് എന്താണ്, ഓൺ അൺബൈൻഡ് എന്താണ്, ഓൺ റീബൈൻഡ് എന്താണ്, ഓൺ ബൈൻഡ് എന്താണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് എ സർവീസ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ആസ് എ സബ് ക്ലാസ് ഓഫ് സർവീസ് ക്ലാസ്. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യണേ? ഒരു പ്രോഗ്രാമിംഗ് സൈഡിലേക്ക് വരുമ്പോൾ അല്ലെ ജാവ പ്രോഗ്രാമിങ്ങിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ആക്ടിവിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യണതെന്ന് പറഞ്ഞു. ബേസിക് ഐഡിയ മാത്രമേ പറഞ്ഞുള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനകത്തും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു സർവീസ് ജാവ പ്രോഗ്രാമിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് പബ്ലിക് ക്ലാസ് മൈ സർവീസ് എന്നുള്ള നമ്മുടെ ക്ലാസ്സിൻ്റെ പേര്. ദെൻ എക്സ്റ്റേൺ സർവീസ് മീൻസ് സർവീസ് എന്നുള്ളൊരു മെയിൻ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൻ്റെ സബ് ക്ലാസ് ആണ് മൈ സർവീസ്. അതിൻ്റെ അകത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഡും എഴുതുന്നത്. ഈ
ക്ലാസ്സിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഇത്രയാണ് സർവീസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ സർവീസ് ബേസിക് ആയിട്ടും എന്താണ്, ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു ആക്ടിവിറ്റി നടക്കുന്നതിനാണ് നമ്മൾ സർവീസ് എന്ന് പറയുന്നത്. ദി സെക്കൻഡ് പോയിന്റ് ഓഫ് ദി ബേസിക് കമ്പോണൻസ് ഓഫ് ആൻഡ്രോയിഡ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ.